ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസ ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. യുഎഇയിൽ സ്വകാര്യ മേഖലാ സ്ഥാപനങ്ങളിലെ നിയമലംഘനങ്ങൾക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കുമെന്ന് മാനവശേഷി സ്വദേശീവൽക്കരണ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. 2024 6.88 ലക്ഷം കമ്പനികളിൽ നടത്തിയ പരിശോധനയിൽ 29,000 നിയമലംഘനങ്ങൾ കണ്ടെത്തിയ സാഹചര്യത്തിലാണ് മുന്നറിയിപ്പ്. ഇതിൽ 12,509 സ്ഥാപനങ്ങൾ തൊഴിൽ ആരോഗ്യ സുരക്ഷാ മാനദണ്ഡങ്ങൾ ലംഘിച്ചവയായിരുന്നു. ലൈസൻസ് ഇല്ലാതെ റിക്രൂട്ട്മെന്റ് നടത്തിയതിന് 20 സ്ഥാപനങ്ങൾക്കെതിരെയും നടപടി സ്വീകരിച്ചു. തൊഴിലാളി റിക്രൂട്ട്മെന്റിന് ഫീസ് ഈടാക്കുക, ലൈസൻസ് ഇല്ലാതെ റിക്രൂട്ട്മെന്റ് നടത്തുക, ജീവനക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ കമ്പനികൾ അടച്ചുപൂട്ടുക, ശമ്പളം കൃത്യമായി നൽകാനായി കൊണ്ടുവന്ന വേതന സുരക്ഷാ പദ്ധതി നടപ്പിലാക്കാതിരിക്കുക, തെറ്റായ വിവരങ്ങൾ സമർപ്പിക്കുക തുടങ്ങിയവയാണ് പ്രധാന നിയമലംഘനങ്ങൾ. സ്വകാര്യ സ്ഥാപനങ്ങൾ നിയമം പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ നവീന സംവിധാനങ്ങൾ ഉപയോഗിച്ച് പരിശോധന ഊർജിതമാക്കുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. മുൻകൂട്ടി അറിയിച്ചും അറിയിക്കാതെയുമുള്ള മിന്നൽ പരിശോധനകളും നടത്തും. നിയമത്തെയും കമ്പനിയുടെ രഹസ്യാത്മകതയും മാനിച്ച് ഉത്തരവാദിത്തോടെയും സുതാര്യമായും പരിശോധനകൾ ചുമതലകൾ നിർവഹിക്കുമ്പോൾ തടസ്സം സൃഷ്ടിക്കരുതെന്നും അറിയിച്ചു. തിരിച്ചറിയൽ കാർഡ് കാണിച്ച് മാത്രമേ പരിശോധകർ സ്ഥാപനത്തിലേക്ക് പ്രവേശിക്കാവൂ എന്നും അധികൃതർ സൂചിപ്പിച്ചിട്ടുണ്ട്. 2024 യുഎഇയിലുടനീളം 330 കേന്ദ്രങ്ങളിൽ നിന്നായി 28 ലക്ഷം തൊഴിലാളികൾക്കാണ് അധികൃതർ മാർഗനിർദ്ദേശങ്ങൾ നൽകിയത്. തൊഴിൽ നിയമങ്ങൾ, അവകാശങ്ങൾ, ഉത്തരവാദിത്തങ്ങൾ എന്നിവയെക്കുറിച്ച് തൊഴിലാളികളെ ബോധവൽക്കരിക്കുകയും ചെയ്തു. വർക്ക് പെർമിറ്റുകളും കരാറുകളും പ്രോസസ് ചെയ്യുക, അഡ്മിനിസ്ട്രേറ്റീവ് നടപടിക്രമങ്ങൾ എളുപ്പമാക്കുക, തൊഴിലാളികളുടെയും തൊഴിലുടമകളുടെയും ക്ഷേമം ഉറപ്പാക്കുക തുടങ്ങിയ സേവനങ്ങളും നൽകി വരുന്നു. സാമ്പത്തിക പ്രകടനം മെച്ചപ്പെടുത്തലും ശക്തമായ ആഗോള റേറ്റിംഗും ലക്ഷ്യമിട്ടുകൊണ്ട് കുവൈറ്റ് ധനമന്ത്രി നൂറ അൽഫസം സാമ്പത്തിക വളർച്ചയ്ക്കും വൈവിധ്യവൽക്കരണത്തിനും ആക്കം കൂട്ടുന്ന സുപ്രധാന നടപടികൾ പ്രഖ്യാപിച്ചു. ദാവോസിൽ നടന്ന വേൾഡ് ഇക്കോണമിക് ഫോറത്തിൽ അൽഫസം സുസ്ഥിരവുമായ സമ്പദ്വ്യവസ്ഥ സൃഷ്ടിക്കുന്നതിനുള്ള പ്രധാന സംരംഭങ്ങൾ എടുത്തു കാണിച്ചതായി കുവൈറ്റിലെ പ്രാദേശിക മാധ്യമം ചൂണ്ടിക്കാണിച്ചു. വർദ്ധിച്ച മൂലധന ചെലവും ഗുരുതരമായ സാമ്പത്തിക പരിഷ്കാരങ്ങളും കാരണമായി അൽഫസം 2025 2.6% സാമ്പത്തിക വളർച്ച മാത്രമാണ് പ്രവചിച്ചത്. ദുബൈയിലെ പാർക്കിംഗ് ഏരിയകളിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനുള്ള ഫീസ് അപ്പോൾ തന്നെ അടയ്ക്കണമെന്ന് ഇനി നിർബന്ധമില്ല. പാർക്കിംഗ് ഫീസ് അടയ്ക്കുന്നതിനായി പുതിയ പേയ്മെന്റ് സംവിധാനം നിലവിൽ വരുന്നതോടെയാണിത്. ഓട്ടോ പേ ലേറ്റർ പേയ്മെന്റ് രീതി നടപ്പിലാക്കാനാണ് ദുബൈയിലെ പെയ്ഡ് പബ്ലിക് പാർക്കിംഗ് സംവിധാനങ്ങളുടെ ഏറ്റവും വലിയ ഓപ്പറേറ്ററായ പാർക്കിംഗ് PJSC തീരുമാനിച്ചിരിക്കുന്നത്. കമ്പനിയുടെ എക്സ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴിയാണ് ഇക്കാര്യം പ്രഖ്യാപിച്ചത്. ഇതോടെ പാർക്ക് ചെയ്ത ശേഷം പിന്നീട് സൗകര്യപ്പെടുന്ന സമയത്ത് ഫീസ് അടച്ചാൽ മതിയാകും. ദുബൈയിലെ റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ ഡയറക്ടർ ജനറലും എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരുടെ ബോർഡ് ചെയർമാനുമായ മതാർ അൽ തയ്യാർ പാർക്കിംഗിന്റെ ഓഫീസുകൾ സന്ദർശിച്ചതിന് ശേഷമാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം കമ്പനി നടത്തിയത്. ദുബൈയിലുടനീളമുള്ള പാർക്കിംഗ് അടിസ്ഥാന സൗകര്യങ്ങൾക്കായുള്ള വിപുലീകരണ പദ്ധതിക്ക് രൂപം നൽകിയതായി പാർക്കിംഗ് CEO മുഹമ്മദ് അബ്ദുള്ള അൽ അലി അറിയിച്ചു. അതേസമയം നൂതന സ്മാർട്ട് സാങ്കേതിക വിദ്യകളുടെ സംയോജനത്തോടെയാണ് ഇത് സാധ്യമാക്കിയത്. കൂടാതെ പ്രതിദിനം 500-ലധികം ഉപഭോക്തൃ ഇടപെടലുകൾ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു പുതിയ കസ്റ്റമർ കോൾ സെന്ററും പാർക്കിംഗ് പ്രഖ്യാപിച്ചു. നവീകരണം, സേവന മികവ്, ദുബൈയിലെ ട്രാഫിക് മാനേജ്മെന്റ് പരിഹാരങ്ങൾക്ക് സംഭാവന ചെയ്യൽ എന്നിവയോടുള്ള തങ്ങളുടെ പ്രതിബദ്ധതയുടെ ഭാഗമാണ് പുതിയ തീരുമാനമെന്നും കമ്പനി അറിയിച്ചു. ദുബൈയിലെ തെരഞ്ഞെടുത്ത പാർക്കിംഗ് സ്ഥലങ്ങളിൽ കാർ കഴുകൽ, യാത്രക്കിടെ ഇന്ധനം നിറയ്ക്കൽ, എഞ്ചിൻ ഓയിൽ മാറ്റൽ, ടയർ പരിശോധനകൾ, ബാറ്ററി പരിശോധനകൾ, മറ്റ് അവശ്യവാഹന അറ്റകുറ്റപ്പണി സേവനങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള ഓട്ടോമോട്ടീവ് സേവനങ്ങൾ ലഭ്യമാക്കുമെന്നും പാർക്കിംഗ് കഴിഞ്ഞ ആഴ്ച പ്രഖ്യാപിച്ചിരുന്നു. അതേസമയം യുഎഇക്ക് പുറത്തും തങ്ങളുടെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കാനാണ് കമ്പനിയുടെ ലക്ഷ്യമെന്ന് CEO കൂട്ടിച്ചേർത്തു. 2024 അവസാനത്തോടെ സൗദി വിപണിയിൽ പണമടച്ചുള്ള പാർക്കിംഗ് സേവനങ്ങൾ വിപുലീകരിക്കുന്നതിനായി ആഭ്യന്തര പാർക്കിംഗ് മേഖലയിൽ താൽപ്പര്യമുള്ള ഒരു പ്രമുഖ സൗദി കമ്പനിയുമായി ചർച്ചകൾ നടത്തിവരികയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.
രാജ്യാന്തര യാത്രക്കാർക്ക് കൂടുതൽ സൗജന്യ ചെക്ക് ഇൻ ബാഗേജ് എയർ ഇന്ത്യ എക്സ്പ്രസ് അനുവദിച്ചു. UAE അടക്കം ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള യാത്രക്കാർക്ക് ഇനി മുതൽ 30 കിലോ ചെക്ക് ഇൻ ബാഗേജും 7 കിലോ ഹാൻഡ് ബാഗേജും കൊണ്ടുപോകാം. എല്ലാ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലേക്കും സിംഗപ്പൂരിലേക്കും ഇതേ അളവിൽ ബാഗേജ് കൊണ്ടുപോകാമെന്നും എയർ ഇന്ത്യ എക്സ്പ്രസ് അധികൃതർ അറിയിച്ചു. ബാഗേജ് ഇല്ലാതെ യാത്ര ചെയ്യുന്നവർക്കായി എക്സ്പ്രസ് ലൈറ്റ് എന്ന പേരിൽ കുറഞ്ഞ നിരക്കിൽ പുതിയ ടിക്കറ്റും അവതരിപ്പിച്ചിട്ടുണ്ട്. എക്സ്പ്രസ് ലൈറ്റ് ടിക്കറ്റുകാർക്ക് 3 കിലോ സൗജന്യ ഹാൻഡ് ബാഗേജും കരുതാം. ലൈറ്റ് ടിക്കറ്റ് എടുത്ത ശേഷം പിന്നീട് ബാഗേജ് കൂട്ടാനും അവസരമുണ്ട്. രാജ്യാന്തര യാത്രക്കാർക്ക് കൂടുതൽ പണം നൽകി 20 കിലോ വരെ അധിക ചെക്ക് ഇൻ ബാഗേജും എടുക്കാം. ബിസിനസ് ക്ലാസ്സിന് സമാനമായ എക്സ്പ്രസ് ബിസിനസ് ടിക്കറ്റ് എടുക്കുന്നവർക്ക് 40 കിലോ വരെ ചെക്ക് ഇൻ ബാഗേജ് അനുവദിക്കും. ബിസ് ടിക്കറ്റുകളിൽ റിക്ലൈനർ സീറ്റ്, കാലുവയ്ക്കാൻ കൂടുതൽ സ്ഥലം, ചെക്ക് ഇൻ ബാഗേജിൽ മുൻഗണന, ഭക്ഷണം എന്നിവയും ലഭിക്കും. കൈക്കുഞ്ഞുങ്ങളുമായി യാത്ര ചെയ്യുന്നവർക്ക് 10 കിലോ സൗജന്യ ബാഗേജ് സൗകര്യവും അധികമായി ലഭിക്കും. കുഞ്ഞിനും മുതിർന്നയാൾക്കും കൂടി ഹാൻഡ് ബാഗേജ് ഉൾപ്പെടെ 47 കിലോ വരെ കൊണ്ടുപോകാം. സംഗീത ഉപകരണങ്ങൾ സൗജന്യമായും കയ്യിൽ കരുതാം. വലിപ്പം 56, 36, 23 സെന്റിമീറ്ററിൽ അധികമാകരുതെന്ന് മാത്രം. വലിയ സംഗീത ഉപകരണങ്ങൾ കൊണ്ടുപോകാൻ അധികമായി ഒരു സീറ്റ് കൂടി ബുക്ക് ചെയ്യണം. എന്നാൽ ഉപകരണത്തിന്റെ ഭാരം പരമാവധി 75 കിലോ ആയിരിക്കണം. പണം നൽകി പ്രത്യേകമായി ചെക്ക് ഇൻ ചെയ്തും ഉപകരണം കൊണ്ടുപോകാം. സൗദി അറേബ്യയിൽ പനി ബാധിച്ച് 31 പേർ മരണപ്പെട്ടതായും ആശുപത്രിയിൽ 84 പേർ തീവ്രപരിചരണ വിഭാഗത്തിലാണെന്നും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിനെ അപേക്ഷിച്ച് ക്യുമുലേറ്റീവ് മരണങ്ങളിൽ 70% കുറവുണ്ടായത് പ്രതിരോധ കുത്തിവയ്പ് ശ്രമങ്ങൾ വർദ്ധിപ്പിച്ചതാണ് കാരണമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. പ്രായമായവർ, ഗർഭിണികൾ, വിട്ടുമാറാത്ത രോഗങ്ങളുള്ളവർ എന്നിവരുൾപ്പെടെ ഉയർന്ന അപകട സാധ്യതയുള്ള ഗ്രൂപ്പുകളിൽ നിന്നുള്ള 3 ദശലക്ഷത്തിലധികം വ്യക്തികൾ ഈ സീസണിൽ വാക്സിൻ സ്വീകരിച്ചു. ഇൻഫ്ലുവൻസ സീസൺ മാർച്ച് അവസാനം വരെ സജീവമായി തുടരുമെന്ന് മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. തീവ്രപരിചരണമോ ചികിത്സാ പിന്തുണയോ ആവശ്യമുള്ളവരിൽ ഏതാണ്ട് 100% വാക്സിനേഷൻ എടുക്കാത്തവരായിരുന്നു. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ സീസണൽ ഇൻഫ്ലുവൻസ വാക്സിൻ ലഭ്യമാണെന്നും സേഫ്റ്റി ആപ്ലിക്കേഷൻ വഴി ബുക്ക് ചെയ്യാമെന്നും മന്ത്രാലയം കൂട്ടിച്ചേർത്തു. കൂടാതെ കുട്ടികൾ, ഗർഭിണികൾ, പ്രായമായവർ തുടങ്ങിയവരെ കേന്ദ്രീകരിച്ച് സെനർ ആപ്ലിക്കേഷനിലൂടെ മന്ത്രാലയം ഹോം വാക്സിനേഷൻ സേവനങ്ങളും വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഈ സേവനങ്ങൾ പ്രയോജനപ്പെടുത്താനും വാക്സിനേഷൻ എടുക്കാനും മന്ത്രാലയം പൗരന്മാരോടും താമസക്കാരോടും അഭ്യർത്ഥിച്ചു. ഒമാനിലെ മസ്കറ്റിലെയും സമീപ പ്രദേശങ്ങളിലെയും 7 ഇന്ത്യൻ സ്കൂളുകളിലേക്കുള്ള അടുത്ത അധ്യയന വർഷത്തെ പ്രവേശന നടപടികൾ ആരംഭിച്ചു. www.indianschoolsoman.com എന്ന വെബ്സൈറ്റിൽ ഫെബ്രുവരി 20 വരെ രജിസ്റ്റർ ചെയ്യാം. 2025 ഏപ്രിൽ 1 3 വയസ്സ് പൂർത്തിയായ കുട്ടികൾക്ക് പ്രീ സ്കൂൾ പ്രവേശനത്തിന് അർഹതയുണ്ട്. 9ാം ക്ലാസ് വരെ ഓൺലൈൻ വഴി പ്രവേശനം നേടാം. റെസിഡന്റ് വിസയുള്ള ഇന്ത്യക്കാരുടെ മക്കൾക്ക് മാത്രമായിരിക്കും പ്രവേശനം. രേഖകൾ സമർപ്പിക്കുന്നതിനോ ഫീസ് അടയ്ക്കുന്നതിനോ സ്കൂൾ രക്ഷിതാക്കൾക്ക് സന്ദർശിക്കേണ്ടതില്ല. 7 സ്കൂളുകളിലായി 6504 സീറ്റുകളാണ് ലഭ്യമായിട്ടുള്ളത്. പ്രീ സ്കൂളിലും KG ക്ലാസുകളിലുമാണ് കൂടുതൽ സീറ്റുകളുള്ളത്. മുൻ വർഷത്തെ അപേക്ഷിച്ച് ഇത്തവണ അപേക്ഷകരുടെ എണ്ണം ഉയരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.